ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് കോതമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന മിനി സ്വിറ്റ്സർലാൻഡിലേക്കാണ്. പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. പോകുന്ന വഴി ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്. മഞ്ഞും മലകളും സമാധാനത്തിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും പറ്റും. ഇവിടെ ഡാം തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം കെട്ടാൻ പറ്റും. ഇത് ആക്ച്വലി നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു വലിയ പാടമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഓരോരോ ചെറിയ ചാലുകളുണ്ട്. ഇവിടെ ഫുൾ അങ്ങനെയുണ്ട്. ഈ ചാലുകൾ നമുക്ക് പയ്യെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ മറച്ചിട്ടിരിക്കും. ഇതുവഴി കയറുകയാണ് നമുക്ക് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകാനായിട്ട്. ട്രെൻഡിങ്ങിൽ പോകുന്നതുകൊണ്ട് തന്നെ മിക്കപ്പോഴും നല്ല തിരക്കായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് അവധി ദിവസം കൂടെ ആയതുകൊണ്ട് ഇവിടെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ പുറകിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് സമാധാനത്തിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും പറ്റും. ഇതിന്റെ സൗണ്ട് ഇവിടെയില്ലേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വഞ്ചികളൊക്കെ കാണാൻ പറ്റും, പല കളറിലുള്ള വഞ്ചികൾ. അത് ഈ വഞ്ചികൾക്ക് ഇവിടെ കിടക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഡാം തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കും. അതിങ്ങനെ കെട്ടി നിൽക്കത്തില്ല, ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചാലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള എന്ന് പറയുന്നതെന്ന് അറിയാമോ? ശരിക്കുള്ള സ്വിറ്റ്സർലൻഡിന്റെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഇതേപോലെ തന്നെയാണ് ആ പ്രദേശങ്ങളും വരുന്നത്. നമുക്ക് അവിടെ ആക്ച്വലി ആൾക്കാർ താമസിക്കുന്ന സ്ഥലം കൂടെയാണ്. ഇവിടെ വീടും മഞ്ഞും മലകളും ഒക്കെ ആയിട്ടുള്ള സെയിം പ്രദേശം തന്നെയാണ് സത്യത്തിൽ സ്വിറ്റ്സർലൻഡ് വരുന്നത്. അങ്ങനെയാണ് ഈ തന്നെയല്ലേ ചെറിയൊരു തിട്ട പോലത്തെ സ്ഥലമുണ്ട്. ഇവിടെയാണ് കൂടുതലും പശുക്കളുള്ളത്. അവിടെയൊക്കെ നിറച്ചും പശുക്കളാണ്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് കിളികളുണ്ട് കണ്ട, പറന്നു വന്നത് കണ്ടോ. ഞാൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവരിങ്ങനെ പുല്ലൊക്കെ തിന്ന് നടക്കുമായിരിക്കും കണ്ടോ. കുറേ ഉണ്ട് ഇവിടെ പശുക്കളിതാ. ആ സൈഡ് നല്ല വയലറ്റ് കളറിലെ റോസ് കളറിലെ ആമ്പൽ നിൽക്കുന്നതാണ്. ഞാൻ എന്താ റോസ് അല്ല വയൽ കുറേ ആമ്പലുകളായിരുന്നു. പക്ഷേ ആൾക്കാരൊക്കെ വന്നിട്ടില്ല, ഇതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് ഇവിടെ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നിന്നാണ്. അവിടെ നിന്ന് നേരെ ന്യായപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴത്തേനും വിശാലമായ സ്ഥലത്തേക്ക് എത്താൻ പറ്റും.